കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്ത പാർട്ടായിട്ട് ഇടും, കാരണം ഈ പ്രോഗ്രാം അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിക്ക് ഈ ഒരു അൽഗോരിതം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ. അത് ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ആ സ്റ്റാക്കിൻ്റെ വർക്കിംഗ് കുറച്ച് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് വരുന്നത് കൊണ്ട് ഞാനിവിടെ ഈ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ അൽഗോരിതമാണ്, അതായത് ആ ഒരു എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സിലേക്ക് ആക്കാനുള്ള ആ ഒരു ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിക്കാണ് ആ ഒരു അൽഗോരിതം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ഡ്യൂറേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഞാനിത് പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പരിപാടികളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളുടെ ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. മെയിൻ മെത്തേഡിൽ ഞാൻ നമ്മുടെ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ ഞാൻ എഴുതുന്നുണ്ട് വഴിയെ. അതിൻ്റെ ലൈനപ്പ് ഞാനിവിടെ അൺകമൻറ്റ് ചെയ്യാണ്. ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ നമ്മൾ എഴുതും. അതിൻ്റെ അകത്തേക്ക് ഇൻഫിക്സ് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ പാസ് ചെയ്താൽ ഈ ഒരു അൽഗോരിതം നമുക്ക് തിരിച്ച് പോസ്റ്റ് ഫിക്സ് ആയിട്ട് ആ ഒരു എക്സ്പ്രഷൻ കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ആദ്യം ജസ്റ്റ് നമുക്കതൊന്ന് ഡിക്ലെയർ ചെയ്ത് വയ്ക്കാം. ഞാൻ തൽക്കാലം അത് വോയിഡ് ആയിട്ട് തന്നെയാണ് ചെയ്യണത്, കാരണം തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് EXPR എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷൻ വെറുതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓപ്പൺ ക്ലോസ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഹെഡർ ഫയൽ ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ ഹെഡർ ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലിനക്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള C++ ആണ് യൂസ് ചെയ്യണമെങ്കിൽ സി സ്ട്രിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. അതല്ല നിങ്ങളിപ്പോൾ ടെർബോ C++ വല്ലതൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ string.h ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയറായി. പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു പ്രോഗ്രാം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ പ്രോഗ്രാമിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇൻപുട്ട് ചെയ്യണ ഇത് ഞാൻ എഴുതുന്നില്ല, കാരണം പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റി എഴുതിയാൽ മതി. വേറൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു സ്ട്രിങ്ങിന് പകരം നിങ്ങളുടെ ആ ഒരു വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വെറുതെ ഓപ്പൺ ക്ലോസ് ചെയ്ത് വെച്ച് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ തൊടുന്നില്ല. നമ്മൾ ഒരു സ്റ്റാക്ക് ആദ്യം ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ് വെച്ചിട്ട് ഞാൻ സ്റ്റാക്ക് ഉണ്ടാക്കി. നമ്മൾ സാധാരണ കഴിഞ്ഞ വീഡിയോ ചെയ്ത സെയിം പരിപാടി തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു പോയിൻ്റർ ഉണ്ട് ടോപ്പ് എന്നും പറഞ്ഞിട്ട്, അത് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇൻറ്റ് ടോപ്പ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ ആയതുകൊണ്ട് അറേ ഉണ്ടാക്കുന്നത് ക്യാരക്ടർ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അറേ ആയിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ക്യാർ OPR എന്നും പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ തൽക്കാലം 50 ആണ് അതിന് സൈസ് വയ്ക്കുന്നത്, കാരണം അത്രയ്ക്കൊന്നും എന്തായാലും ആ ഒരു ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. സോ നമുക്ക് 50 ഇട്ട് വയ്ക്കാം, ഇവിടെ ഡെമോ ചെയ്യാവുന്ന പർപ്പസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പബ്ലിക് എഴുതി വയ്ക്കുകയാണ്. പബ്ലിക്കിൻ്റെ അകത്ത് നമ്മളുടെ ഈ ഒരു സ്റ്റാക്കിൻ്റെ കൺസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കട്ടെ. നമുക്കിതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ടോപ്പിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു -1 എന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റാക്കിൻ്റെ കൺസ്ട്രക്ടറിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പുഷ് പോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ഞാൻ ഈ പേജ് ഒന്ന് തൽക്കാലത്തേക്ക് റിഫ്രഷ് ചെയ്യാണ്, കാരണം എന്തോ അവിടെ ഒരു പ്രശ്നമുള്ള പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ എഴുതി. ഇനി പുഷിൻ്റെ പ്രോഗ്രാം എഴുതാം. പുഷിനെ നമ്മളിപ്പോൾ നിലവിലൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പോൾ വോയിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
പുഷ് എന്നും പറഞ്ഞിട്ട് തന്നെ ഫംഗ്ഷൻ നെയിം കൊടുത്തു. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പാരാമീറ്റർ പാസ് ചെയ്യണം. അതായത് പുഷ് ചെയ്യേണ്ട എലമെൻറ്റ് ഈ പ്രോഗ്രാം പാസ് ചെയ്യണം. അതുകൊണ്ട് പാരാമീറ്ററായിട്ട് ക്യാർ നമുക്ക് ഒ പി എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം ഒ പി ആർ എന്നും പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാക്കിന് അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒ പി എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അതായത് സ്റ്റാക്ക് ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈസ് ഫുൾ എന്നും പറഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്യാണ്. അപ്പം ഈസ് ഫുൾ ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് കയറാൻ പാടില്ല. ഞാൻ തൽക്കാലം ഇവിടെ സി ഔട്ട് സെറ്റ് ചെയ്താണ് വെക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മളുടെ അറേയുടെ സൈസ് അതിന് മാത്രം ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാക്ക് ഈസ് ഫുൾ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പാർട്ട് ഡീൽ ചെയ്ത് ഇനി എൽസ് പാർട്ടാണെങ്കിൽ ഫുൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാക്കിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഒ പി ആർ എന്ന് പറയുന്ന അറേയിൽ ടോപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മളുടെ പാരാമീറ്റർ ആയിട്ടുള്ള ഒ പി, ആ ഒ പി ആയിരിക്കും നമ്മളുടെ ആ ഒരു എക്സ്പ്രഷനിലുള്ള ഓപ്പറേറ്റർ. അപ്പോൾ അത് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്താൽ നമ്മളുടെ പുഷിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പുഷ് എഴുതി ഇനി പോപ്പ് എഴുതാം. പോപ്പ് എഴുതാൻ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ തന്നെ കോപ്പി ചെയ്യാണ്. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്തു. ഈ പുഷ് മാറ്റിയിട്ട് പോപ്പാക്കി. പോപ്പിന് നമ്മൾ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ അത് നമ്മൾ കളഞ്ഞ് ആ ഒരു പാരാമീറ്റർ. പിന്നെ ഈസ് ഫുള്ള് അല്ലെങ്കിലാണ് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. ഈസ് ഫുൾ അല്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈസ് ഫുള്ളിൻ്റെ തൊട്ട് ഇപ്പുറം ലെഫ്റ്റ് സൈഡിൽ ഒരു നെഗേഷൻ്റെ സൈൻ കൊടുത്ത്. അപ്പോൾ ഈസ് ഫുള്ളിൽ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇഫ് കണ്ടീഷൻ ട്രിഗർ ആയിക്കോളും. ഇനി ഇതിൻ്റെ അകത്ത് പോപ്പ് ആവണതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പോപ്പ് ചെയ്യണ സമയത്ത് ആ പോപ്പ് ചെയ്യേണ്ടത് എന്താണോ അത് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വോയിഡ് മാറ്റിയിട്ട് ഞാനിവിടെ ക്യാറാക്കി. പിന്നെ അതേപോലെ നമ്മൾ പോപ്പ് ചെയ്യാൻ പോകുന്നത് എന്താണോ അത് റിട്ടേൺ ചെയ്യണമല്ലോ. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ക്യാർ ഒ പി എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് അതിനെ ഈക്വൽസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒ പി ആർ എന്ന് പറയുന്ന അറേയിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള വാല്യൂ എന്താണോ, അതായത് അതിനെയാണല്ലോ നമ്മൾ പോപ്പ് ചെയ്യാൻ പോകണേ. അപ്പോൾ ആ ഒരു ഇതിനെ ഈ ഒ പി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അത്രയും സെറ്റ്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ അതിന് ടോപ്പ് മൈനസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഒ പി എന്ന് പറയുന്ന വേരിയബിൾ അതിനെ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ റിട്ടേൺ ഒ പി എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ചില കേസിലെന്നല്ല, എന്തായാലും ഇതൊക്കെ പോപ്പ് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് പോപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം അന്നേരം നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം. ഇവിടെ ഇപ്പം ഞാൻ അതിന് റിട്ടേൺ 0 എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പോപ്പും തീർത്ത് പിന്നെ അതേപോലെ പുഷും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈസ് ഫുൾ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ ഈസ് ഫുൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൂലിയനാണ് റിട്ടേൺ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ഈസ് ഫുൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടത്, അതായത് ടോപ്പിൻ്റെ വാല്യൂ 50 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. 50 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ട്രൂ ആയിരിക്കും, അതായത് സ്റ്റാക്ക് ഫുള്ളാണ്. അതല്ല എങ്കിൽ നമ്മൾ റിട്ടേൺ ഫാൾസ് ചെയ്യും. കാരണം സ്റ്റാക്ക് എം ടി അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പോൾ ഈസ് ഫുള്ളും റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് പോപ്പിന് നമ്മൾ ഈസ് എം ടി എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഈസ് ഫുള്ളിൻ്റെ നെഗേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഈസ് എം ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതേണ്ടി വന്നില്ല. അത് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് ടോപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. ഇതെന്തിനാന്നുള്ളത് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ പറയാം. അതായത് നമ്മുടെ അൽഗോരിതം വന്നില്ലേ, അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്താണോ അത് റിട്ടേൺ ചെയ്യുക. നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യും, അതിൻ്റെ ഒപ്പം ഡിലീറ്റും ചെയ്യും. ഇത് ജസ്റ്റ് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സെയിം കണ്ടീഷൻ ഫുള്ളാണോ അല്ലേ എന്നുള്ളത് നോക്കും. അപ്പോൾ ഫുള്ളല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു OP റിട്ടേൺ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫുള്ളാണെങ്കിൽ നമുക്ക് റിട്ടേൺ 0 കൊടുക്കാം. കാരണം അവിടെ അങ്ങനെ ഒരു ഓപ്പറേറ്റർ ഇനി എടുക്കാനില്ല എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാക്ക് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എറർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു എറർ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഡബിൾ കോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സിംഗിൾ കോട്ട് ആണെങ്കിൽ അത് ക്യാറായിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു എററാണ് രണ്ടിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയും നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ എറർ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പോൾ ഇത് അത്യാവശ്യം വർക്കിംഗ് ആണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സിൻ്റെ അൽഗോരിതം എഴുതാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ എന്താ പറയുക സ്റ്റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അൽഗോരിതം പാർട്ട് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും ആദ്യം ഡീൽ ചെയ്യുക. അപ്പോൾ ചെറിയ പ്രോബ്ലംസ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞു ഓപ്പറൻസ്, അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABCD ഇതൊക്കെ ഓപ്പറൻസ് ആണ്. ഈ ഓപ്പറൻ്റൊക്കെ നമ്മളുടെ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് കയറില്ല, പകരം നമ്മളുടെ എന്താണ് ഈ ഒരു എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക്, ആ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു പാർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് ആക്കുന്ന ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഞാൻ സ്റ്റാക്ക് ഡിക്ലെയർ ചെയ്യാണ്. സ്റ്റാക്ക് എന്നും പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് അപ്പോൾ ആ ഒരു പാർട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ട്രിങ്, ആ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിസൾട്ട് എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഐട്രേറ്റ് ചെയ്യണത് എഴുതണം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈൽ ലൂപ്പാണ്. അപ്പോൾ വൈൽ EXPR ഓഫ് I നോട്ട് ഈക്വൽ ടു നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ അവസാനം എപ്പോഴും എന്താണ് /0 ആണെന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്ത് ഇനി വൈൽ ലൂപ്പിൻ്റെ അകത്ത് മസ്റ്റായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ I ഡിക്ലെയർ ചെയ്യണം വൈൽ ലൂപ്പിന് പുറത്ത് വെച്ച്. അപ്പോൾ ഇൻറ്റ് I ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ട് അതും ഡിക്ലെയർ ചെയ്ത് ഇപ്പം നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ്, അതായത് A+B അങ്ങനെ എല്ലാം ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും ഒക്കെ ഇറ്ററേറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മളിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറൻസിനെ നമ്മൾ എന്താണ് ഡയറക്റ്റ് പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യണം, കാരണം അത് പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ളത് നമുക്ക് ആദ്യം എഴുതാം. അതിന് ഞാനിവിടെ ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തണ ആ ഒരു എലമെൻറ്റ് അത് നമ്പറാണോ സ്ട്രിങ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്പർ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണില്ല. നമ്മൾ നോക്കാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഈ EXPR ഓഫ് Iയിൽ ഇരിക്കുന്ന സാധനം A to Zൻ്റെ അണ്ടറിൽ തന്നെ എന്തെങ്കിലും ആണോ എന്ന് നോക്കും. ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇവിടെ EXPR ഓഫ് I അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സ്മോൾ ലെറ്റർ A വെച്ചിട്ട് നമുക്ക് ആദ്യം എഴുതാം. എന്നിട്ട് നമുക്ക് ഒരു എക്സ്പ്രഷനും കൂടെ എഴുതാനുണ്ട്. EXPR ഓഫ് I ലെസ് ദാൻ ഈക്വൽ ടു Z. ഇതൊരു സംഭവം.
പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ആദ്യം ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, എ ടു ഇസഡ് സ്മോൾ ലെറ്ററിലുള്ള സംഭവങ്ങൾ മാത്രമേ ഇത് ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിലുള്ളത് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് തന്നെ ഒന്നുകൂടെയും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള കണ്ടീഷനും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻ ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷനെ ഞാനൊരു പാരന്തസിസിൻ്റെ അകത്തേക്ക് പെടുത്തുകയാണ്. അപ്പോൾ ഞാനൊരു പാരന്തസിസ് ഇവിടെ ഇപ്പോൾ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. കാരണം ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി. ഒന്നുകിൽ സ്മോൾ ലെറ്റർ എ ടു സെഡിൻ്റെ അകത്ത് വരുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡിൻ്റെ അകത്ത് വരുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ XPRF5യുടെ അകത്തുള്ള എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് അങ്ങ് അപ്പൻഡ് ചെയ്യുക. വേറെ ചോദ്യം പറിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ആ രീതിക്ക് അത് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി. ഇനി വൈൽ ലൂപ്പിൻ്റെ പുറത്ത് നമുക്കിപ്പോൾ എന്താ പറയുക, സി ഔട്ട് ചെയ്യാം ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളുടെ റിസൾട്ട് തന്നെ എക്സ്പ്രഷൻ്റെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ റിസൾട്ട് എന്നും പറഞ്ഞിട്ട് ആ വേരിയബിൾ ഞാൻ ഇവിടെ സി ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാം. ABCD എന്നും പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് എല്ലാം അവോയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ നമ്മൾ ഏറെക്കുറെ സക്സസ് ആക്കിയിട്ടുണ്ട്. അതായത് ഓപ്പറൻസ് ഒക്കെ ഡയറക്റ്റ് ഈ ഒരു സ്ട്രിങ്ങിലേക്ക് ഇട്ടേക്കുന്നുള്ള കണ്ടീഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്ലസ് ഓപ്പറേറ്റർ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ അതിനെ പിടിച്ച് സ്റ്റാക്കിലേക്ക് ഇടണം. അതാണ് അടുത്ത ടാസ്ക്. പക്ഷെ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് ഇട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവം എക്സ്പ്രഷൻ്റെ അകത്ത് ചിലർ പാരന്തസിസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ പാരന്തസിസ് യൂസ് ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എൽസ് കണ്ടീഷൻ എഴുതിയാണ്. എൽസ് ഇഫ് EXPR(i). EXPR(i) ഇപ്പോൾ എന്താണ്, ഒരു പക്ഷെ അത് പാരന്തസിസിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം? അന്നേരം ഒന്നും ചെയ്യണ്ട, നേരെ ഈ ഒരു സ്റ്റാക്കിൻ്റെ അകത്തേക്ക് ഈ ഒരു സംഭവം പുഷ് ചെയ്താൽ മാത്രം മതി. പുഷ് ചെയ്യേണ്ടത് EXPR(i) ആയിരിക്കണം പുഷ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പാരന്തസിസ് നേരെ അങ്ങ് പുഷ് ചെയ്യും. അപ്പോൾ ഓപ്പണിങ് ഓക്കെ ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കേസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ക്ലോസിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്ലോസിങ് വരുമ്പോൾ എന്തൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് അടുത്തതിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലോസിങ്ങിൻ്റെ എൽസ് പാർട്ട് ഞാൻ കണ്ടീഷൻ എഴുതി. ഇനി അതിൻ്റെ അകത്ത് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാരന്തസിസിൻ്റെ അകത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A പ്ലസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് B ഇൻറ്റു C അങ്ങനെ വരികയാണെങ്കിൽ പാരന്തസിസിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അതിന് ശേഷം മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ചില സമയത്ത് കയറി വരും. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഈ ഒരു 2 വീഡിയോസ് നിങ്ങൾ എന്തായാലും 2-3 പ്രാവശ്യം കണ്ടാലേ ഈ ഒരു ഐഡിയയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ, അതായത് പാരന്തസിസിൻ്റെ ഓപ്പണിങ്ങിന് അകത്തുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിലേക്ക്, റിസൾട്ട് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യണം. അതാണ് ഈ ഒരു പാരന്തസിസ് ക്ലോസിങ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു വൈൽ ലൂപ്പ് എഴുതേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. വയലിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാക്കിൻ്റെ അകത്തുള്ള ഒരു ഫംഗ്ഷനാണ് സ്റ്റാക്ക് ഡോട്ട് ഗെറ്റ് ടോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെറ്റ് ടോപ്പ് എന്തിനാ യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നീട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പോൾ എന്താണോ കിടക്കുന്നത് അത് റിട്ടേൺ ചെയ്യാൻ, റിമൂവ് ചെയ്യത്തില്ല, റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ആ ഒരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാനൊന്നുമില്ലെങ്കിൽ ഗെറ്റിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്, ഗെറ്റ് ടോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഗെറ്റ് ടോപ്പ് ഫംഗ്ഷനിൽ ഇപ്പം നമ്മൾ എന്തായാലും 0 വരയ്ക്കും പോകാൻ ഉദ്ദേശിക്കണില്ല. നമുക്ക് ഈ ഒരു പാരന്തസിസിൻ്റെ
ഓപ്പണിങ്ങിന് തൊട്ട് മുന്നേ, അതായത് ഓപ്പണിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യണം. ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ വയലിൻ്റെ അകത്ത് സ്റ്റാക്ക് ഡോട്ട് ഗെറ്റ് ടോപ്പ് പാരന്തസിസ് ഓപ്പണിംഗ് ആവണ വരയ്ക്കും ലൂപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു വൈൽ ലൂപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാരന്തസിസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് ആ ഒരു ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ റിസൾട്ട് പ്ലസ് ഓർ ഈക്വൽ ടു സ്റ്റാക്ക് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പോപ്പ് ചെയ്ത് ലാസ്റ്റ് എന്താ പറയുകയെന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പ് നമ്മളുടെ പാരന്തസിസ് ഓപ്പണിംഗ് ആയിട്ടുള്ള ആ ഒരു ഓപ്പറേറ്ററിൻ്റെ അവിടെ വന്ന് നിൽക്കും. അവിടെ വെച്ച് നമ്മളുടെ ഈ ഒരു വൈൽ ലൂപ്പ് എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാതെ പുറത്തേക്ക് വരും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും ഈ പാരന്തസിസ് ഓപ്പണിങ്ങിൻ്റെ ഇത് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാക്ക് ഡോട്ട് പോപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ ഒന്നുകൂടിയും പോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ പാരന്തസിസ് ഓപ്പണിങ്ങും പോയി കിട്ടും. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് അപ്പൻഡ് ആവും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മളുടെ പാരന്തസിസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തീർത്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും വീഡിയോ കുറച്ചുകൂടി ഡ്യൂറേഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്ററിനെ ആഡ് ചെയ്യേണ്ടതും റിമൂവ് ചെയ്യേണ്ടതുമാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ കണ്ടു നോക്കുക. ഇത് അത്ര ഈസി ആയിട്ട് മനസ്സിലാവുന്നൊരു സംഭവമല്ല. അപ്പോൾ 2-3 പ്രാവശ്യം കണ്ട് ഇത് നിങ്ങൾക്ക് തലയിൽ കയറും.